എൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ എൻ്റെ അടുക്കൽ വരുവാൻ ആർക്കും സാധിക്കില്ലെന്നരുൾ ചെയ്ത ദിവ്യകാരുണ്യ ഈശോയെ, അങ്ങയുടെ തിരുസന്നിധിയിലായിരിക്കുന്ന ഞങ്ങൾ എത്രയോ ഭാഗ്യവാന്മാരാണെന്ന് വിശുദ്ധ പൗലോസ് ശ്ലീഹ എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 4-ാമത്തെ തിരുവചനം ഞങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. കർത്താവായ ദൈവം തൻ്റെ മുമ്പാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കാൻ ലോകസ്ഥാപനത്തിനു മുമ്പ് തന്നെ നമ്മെ ക്രിസ്തുവിൽ തെരഞ്ഞെടുത്തു. ഓ സ്നേഹപിതാവായ ദൈവമേ, അങ്ങയുടെ മുമ്പിൽ ഞങ്ങൾ സാഷ്ടാംഗം പ്രണമിച്ച് അങ്ങേ നാമത്തെ ആരാധിച്ചു മഹത്വപ്പെടുത്തുന്നു. സ്വർഗീയമായ എല്ലാ ആത്മീയ വരങ്ങളാലും ക്രിസ്തുവിൽ നമ്മെ അനുഗ്രഹിച്ചവനും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പിതാവുമായ ഇന്നും ജീവിക്കുന്ന സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കാരുണ്യം പൂക്കുന്ന ഈ പുണ്യനിമിഷം തിരുവോസ്തി രൂപന്റെ ദിവ്യപാദാന്തികത്തിൽ സ്വസ്ഥമായ മനസ്സോടെ തിരുവചനം കേൾക്കാം. പുറപ്പാട് പുസ്തകം 23-ാം അധ്യായം 25 മുതൽ 26 വരെയുള്ള തിരുവചനത്തിലൂടെ ഈശോ നമ്മോട് സംസാരിക്കുന്നു. അവിടുന്ന് അരുൾ ചെയ്യുന്നു, നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ ആരാധിക്കണം. അപ്പോൾ ഞാൻ നിങ്ങളുടെ ഭക്ഷ്യവും പാനീയവും ആശീർവദിക്കും. നിങ്ങളുടെ ഇടയിൽ നിന്നും രോഗം നിർമ്മാർജ്ജനം ചെയ്യും. ഗർഭഛിദ്രമോ വന്ധ്യതയോ നാട്ടിലുണ്ടാവുകയില്ല. നിനക്ക് ഞാൻ ദീർഘായുസ് തരും. ദിവ്യകാരുണ്യ ആരാധന ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഹൃദയമാണ്. കാരണം അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്നരുൾ ചെയ്ത ജീവനുള്ള ക്രിസ്തുവുമായുള്ള കൂടിക്കാഴ്ചയാണത്. കാരുണ്യവാനായ ദൈവമേ, അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങളായിരിക്കുന്ന നിമിഷം നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ ആരാധിക്കണമെന്ന തിരുവചനം ഞങ്ങൾ ഹൃദയത്തിൽ ധ്യാനിക്കുന്നു. അങ്ങ് മാത്രമാണ് ഞങ്ങളുടെ ഏകദൈവമെന്നും അങ്ങേക്കല്ലാതെ മറ്റാർക്കും ഞങ്ങൾ അടിമപ്പെടില്ലെന്നും ഈ നിമിഷം ഞങ്ങൾ ഏറ്റുപറയുന്നു. ഓ ദിവ്യകാരുണ്യ ഈശോയെ, അങ്ങയുടെ സന്നിധിയിൽ നിന്നും ഞങ്ങൾ കടന്നു പോകുമ്പോൾ അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണമേ. ഞങ്ങളുടെ വാക്കുകളും പ്രവൃത്തികളും അങ്ങേക്ക് അർപ്പിക്കുന്ന ആരാധനയായി മാറട്ടെ. ആമേൻ.